മസ്റ്റ് ബി ബോൺ എഗെയിൻ. നീ വീണ്ടും ജനിക്കണം. യേശു ക്രിസ്തുവിൻ്റെ കമാൻഡാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഓർഡറുകൾ. അത് മാറ്റിമറിക്കാൻ ആർക്കും അവകാശമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയെങ്കിലും എൻ്റെ വചനം മാറത്തില്ല എന്ന് പറയുന്ന ദൈവസത്യം ഈ വചനത്തിൻ്റെ കൂടെ കടന്നു വന്നിട്ട് ഹൃദയങ്ങളിലേക്ക് ഇത് വന്നു കൊണ്ടിട്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. കർത്താവേ, നിൻ്റെ ആത്മാവിനിൽ ജീവനുണ്ടോ? അത് നമ്മൾ എപ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മളറിയാതെ വഴുതി അങ്ങ് പോകും. അതുകൊണ്ടാണ് സെറ്റപ്പാട്ടെന്ന് പറയുന്നത്. സെറ്റപ്പാട്ടെന്ന് പറയുന്നത് ചില ദിവസങ്ങൾ നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. ജഡത്തിൽ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. അപ്പം നിക്കോദിമോസിൻ്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നിക്കോദിമോസ് വന്നിട്ട് യഹൂദന്മാരുടെ റൂളിംഗ് കൗൺസിലിലെ ഒരു മെമ്പറാണ്. അദ്ദേഹം വന്നിട്ട് രാത്രി ചോദിക്കുകയാണ്, എന്താണ് നിത്യമായ സ്വർഗരാജ്യത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, നീ വീണ്ടും ജനിച്ചേ ഒക്കത്തുള്ളെന്ന്. അപ്പം നമ്മളോടാണ് ഇത് പറയുന്നതെങ്കിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകത്തില്ല. ഒന്നാമത് യേശു പറയുന്ന കാര്യങ്ങൾ ആത്മാവുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. അത് ഒരല്പ വിനേഹൃത ഉണ്ടെങ്കിൽ ദൈവം അത് തരികയും ചെയ്യും. അത് എനിക്കെല്ലാം അറിയാമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രയോജനമില്ല. അവിടെ അങ്ങ് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. യേശു ക്രിസ്തു പറയുന്നു യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ 6, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൽ പെട്ടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിൽ അത് എവിടേക്ക് വരുന്നു എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതിനെല്ലാം അതുപോലെ ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് എക്സാമ്പിൾ എടുത്തത് കാറ്റ്, റൂഹ. ഈ റൂഹ എന്ന് പറയുമ്പോൾ കാറ്റാണ്, ജീവനാണ്. അത് നമ്മൾ എസെക്കിയേൽ പറയുന്നുണ്ട്, പ്രവചിക്ക്, കാറ്റ് വരട്ടെ. ഉൽപ്പത്തിയിലുണ്ട്, കാറ്റ് ഊതിയ. ദൈവത്തിൻ്റെ വെളിപ്പാടിനകത്തുണ്ട് കാറ്റിനെ പിടിച്ചു നിർത്തുന്ന, വായുവിൽ കാറ്റിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിനകത്ത് ഞാൻ ഒരിടത്തുണ്ട്, ഒരു സ്ഥലത്ത് മീഥേൻ, അതായത് ഒരു ഫാമിലുള്ള ഏകദേശം 200 മൃഗങ്ങളും അതിൻ്റെ ഉടമസ്ഥന് മരിച്ചു കിടക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മീഥേൻ ഗ്യാസ്, ഈ മഞ്ഞുള്ള സമയത്ത് മഞ്ഞിങ്ങനെ വന്നിങ്ങനെ നിൽക്കുമല്ലോ, നമുക്ക് കാണാം, മഞ്ഞിങ്ങനെ മേഘം പോലെ വന്ന് ഭൂമിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ മീഥേൻ ഗ്യാസ് വന്ന് നിന്നിട്ട് കാറ്റില്ലാഞ്ഞതിനാൽ അത് പറന്നു പോയില്ല. അതുകൊണ്ട് ആ അടിയിൽ അതിൻ്റെ സമ്മർദ്ദം വന്നിട്ട് എല്ലാ മൃഗങ്ങളും ചത്തുപോയി, അതിൻ്റെ ഓണറും മരിച്ചുപോയി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാറ്റില്ലെങ്കിൽ ജീവിക്കാൻ പാടാണ്. നമുക്ക് കാറ്റില്ല എങ്കിൽ, ഈ കാറ്റെന്നൊക്കെ പറയുന്നത് റൂഹായുടെ ഒരു സിംബോളിസം ആണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണിത്. ഇത് ഒരു ദിവസം ഇത് പിടിച്ചു നിർത്തുന്ന വെളിപ്പാടി പറയുന്നുണ്ട്. ദൈവം ഈ ദാനമായിട്ട് തരുന്നതിൻ്റെ ഒന്നും മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കാറ്റ് എങ്ങോട്ട് വരുന്നു എങ്ങോട്ട് പോകുന്നു നമുക്കറിയാനൊക്കത്തില്ല. പക്ഷേ കാറ്റ് വന്ന് ശരീരത്തിലടിക്കുമ്പോൾ എനിക്കറിയാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഊടാടി നടക്കുകയാണ്. 2 ക്രോണിക്കിൾസ് 16:9 പറയുന്നുണ്ട്, രാവിലെ തോറും ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ദൈവം ഇങ്ങനെ വളരെ അജൈലായിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കുകയാണ്, ആരുടെ ആത്മാവാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന്. ഇപ്പോഴിത് ഊടാടി നടക്കുകയാണ്, ആത്മാവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് സന്തോഷമാണ്. അപ്പോൾ ഈ ആത്മാവ് വന്നിട്ട് നമ്മളെ തട്ടി ഉണർത്തുന്നത് പോലെ ഉണർത്തും. പരിശുദ്ധാത്മാവ് എപ്പോഴാണ്, കാറ്റെപ്പോഴാണ് വന്ന് ശരീരത്തിൽ കൊള്ളുന്നത് നമുക്കറിയാത്തതുപോലെ തന്നെയാണ്. ആ കാറ്റ് എല്ലായിടത്തും ഉണ്ട് താനും. പക്ഷെ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വന്ന് തൊടുന്നത്. എപ്പോഴാണ്, ആരിൽ കൂടെയാണ് പരിശുദ്ധാത്മാവ് വന്ന് തൊടുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുവിൻ. ഈ ചാളിക്കാർക്ക്, മരിച്ചുപോയ ചാളിക്കാർക്ക് അമേരിക്കയിലുള്ള പറഞ്ഞു കേട്ടില്ലേ, USA എന്നുള്ള ഒരു സ്ഥാപകൻ, അദ്ദേഹം പറയുന്നത്, പാപം പെരുകി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവവചനം പറയാനും ദൈവം കൂടുതൽ അവസരം തരും. അങ്ങനെയാണല്ലേ ഏത് ഗാഡ്ജറ്റ് തുറന്നാലും, മൊബൈലിൽ കൂടെ ആകാം, ടെലിവിഷനിൽ കൂടെ ആകാം, റോഡിൽ ഇറങ്ങിയാലാകാം, ഏത് ബുക്ക്, മാഗസിൻ, എവിടെ നോക്കിയാലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൂതുകൾ നമുക്ക് വേണമെങ്കിൽ കിട്ടും. വേദപുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത സ്ഥലങ്ങൾ കുറവാണ്. വളരെ അധികമായിട്ടിത് ഇപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ, മനുഷ്യനൊരു തേഴ്സ്റ്റ് ഉണ്ട്. അത് ആർക്കും നിർത്താനൊക്കൂല. ഭർത്താവ് പറയുന്നത്, കാറ്റുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് വന്ന് തൊടുന്നത്. ആ പരിശുദ്ധാത്മാവ് വരുമ്പം എൻ്റെ മേലടിക്കുമ്പോൾ എനിക്കറിയാം, അത്ര എനിക്ക് പറഞ്ഞാൽ മതി. അതായത് പരിശുദ്ധാത്മാവുന്ന കാറ്റ് എന്നെയോ എൻ്റെ മക്കളെയോ തൊടുമ്പോൾ എനിക്കറിയാതെ, എൻ്റെ ഭർത്താവിനെ തൊട്ടാൽ എനിക്കറിയാം. നമ്മളൊരു കൂട്ടത്തിൽ മീറ്റിങ്ങിന് പോയി 1000 പേരല്ലേ 100 പേരുള്ള സ്ഥലത്ത് ഒരാളെ ആയിരിക്കും ചിലപ്പോൾ അന്ന് തൊടുന്നത്. ആ ഒരാളിൽ കൂടെ പടരും. എന്താ, കാറ്റിനറിയാം എവിടെയാണ് തൊടേണ്ടിയെന്ന്.
ഒരു മീറ്റിങ്ങിന് പോയാൽ നമ്മൾ വചനം പറയുമ്പം നമുക്കറിയാം ആത്മാവ് ആരുടെ ഹൃദയത്തിലാണ് കൊള്ളുന്നതെന്ന്. കാരണം പരിശുദ്ധാത്മാവിന് ജീവനുണ്ട്. നമ്മളെല്ലാം ഒരു ജീവവൃക്ഷത്തിൻ്റെ ശാഖകളാണ്. സിമ്പിളായിട്ട്, അതായത് മുന്തിരിയുടെ മുന്തിരി വള്ളികളാണ് നമ്മൾ. ഇതൊന്നും തുടച്ചു മാറ്റാനൊക്കത്തില്ല. നമ്മളിലൊക്കെ ബലഹീനതകളുണ്ട്. ഈ മാനുഷിക സ്വഭാവം മരണം വരെ ഉണ്ടെന്നേ. പക്ഷെ ഈ മാനുഷിക സ്വഭാവമുള്ള, അതായത് ബലഹീനരായ നമ്മളെയാണ് ദൈവത്തിൻ്റെ വലിയ ജോലിക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു പദവിയുണ്ട്. അതായിരിക്കണം നമ്മുടെ സ്റ്റേറ്റസ്, അതായിരിക്കണം നമ്മുടെ പ്രൗഡായിട്ട് പറയേണ്ട വിഷയം. കർത്താവിൻ്റെ ആത്മാവ് അത് ഖേമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യേശുക്രിസ്തു പറയുന്നു, ഈ ഭൂമിയിലുള്ള കാര്യം പറഞ്ഞാൽ നിക്കോദിമസ് നിനക്ക് മനസ്സിലാകത്തില്ല, പിന്നെ സ്വർഗത്തിലെ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് രണ്ട് തലമാണ്. സ്വർഗമണ്ഡലത്തിലുള്ളത് ഭൂമിയിലിരിക്കുന്ന മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, അല്ല ഒക്കത്തില്ല. മനസ്സിലായി എന്ന് ഞാൻ പല ദിവസങ്ങളും പലപ്പോഴും ഞാൻ വചനം പ്രസംഗിക്കാൻ പോയച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കും, ആ പറഞ്ഞത് കേൾക്കുന്നുണ്ട്, ശരി ആൻറ്റി നന്നായിട്ട് പറഞ്ഞു, അതെന്നൊക്കെ അവർ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിച്ചൊക്കെ വിടും. പക്ഷെ കേൾക്കുന്നുണ്ടെങ്കിലും ആ ഉള്ളിലത് വളരുന്നുണ്ട്, ഒരു വിത്തെങ്കിലും അതിൽ നിന്ന് ജീവവൃക്ഷമായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു ദൈവശക്തി നമ്മളിൽ കൂടെ പാൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പം ദൈവം നിർബന്ധമായിട്ട് പറയുകയാണ്, ഞാൻ അറിയുന്ന സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇത് ഒട്ടും സംശയമില്ലാതെ ദൈവമക്കൾക്ക് മനസ്സിലാകും. അതിന് തർജ്ജമ ആവശ്യമില്ല. ബിക്കോസ് ഹോളി സ്പിരിറ്റ് വരുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഉണ്ടാകും. അത് ആത്മാവുള്ളവർക്ക് മനസ്സിലാകും പറഞ്ഞു കൊടുക്കുമ്പോൾ. അത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എടുക്കുന്നത്. എവിടെയാണ് പിന്നെ അങ്ങോട്ട് നമുക്ക് പ്രധാനപ്പെട്ട വാക്യങ്ങളിലേക്ക് വരുന്നത്. അവനിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ചത് ആരെയാണ്? ഭൂമി മുഴുവനും, തൻ്റെ സൃഷ്ടിയെ മുഴുവനും. ഈ ഓരോ കാര്യങ്ങളിലും നമ്മുടെ കണ്ണ് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പം ഒരു ചെറിയ ബട്ടർഫ്ലൈയെ കണ്ട് നമുക്ക് സന്തോഷം. ഒരു ചെറിയ പൂ എളുത്ത് നിന്ന് ഉണ്ടായാൽ നമുക്കതിൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ഈ അനുഭവിക്കുന്ന ഓരോ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ എത്രയോ ദാനമായിട്ട് ഒരു ചാർജും കൂടാതെ ദൈവം നമുക്ക് വേണ്ടി തന്നതല്ലേ. എന്താ ദൈവമക്കൾക്ക് ഇത് പറയുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. അതിൽ നന്ദി. ഇനി പലരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം കറക്റ്റ് ചെയ്തു. എന്ത് അനുഗ്രഹത്തിനകത്തൂടല്ലേ നമ്മളിപ്പോൾ പോകുന്നത്? നമുക്കൊരു ജീവൻ തന്നില്ലേ? നമുക്ക് ദൈവത്തെ അറിയാനൊരവസരം തന്നില്ലേ? നമ്മൾ ദിനംപ്രതി അവനെ കാണുകയല്ലേ? അവൻ്റെ കൂടെ വസിക്കുകയല്ലേ? അതൊരു അനുഗ്രഹമായിട്ട് ആദ്യം പറയാനൊക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇപ്പോഴും ജഡത്തിലാണ്. കാര്യങ്ങൾ നേടാൻ വേണ്ടി, എൻ്റെ മക്കൾ, എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ അവസ്ഥ, അത് മാറ്റാൻ വേണ്ടി മാത്രമായിട്ട് യേശുവിനെ കാണുമ്പം ആദ്യകാലങ്ങളിൽ ദൈവം അത് തരും. പക്ഷേ ഈസ് ക്രൈങ്, അവൻ കരയാണ് ഉള്ളിൽ. ആ സ്നേഹം വേറെയാണ്. ഇത് രണ്ടും കൂടെ ചേരത്തില്ല, മിക്സ് ചെയ്യത്തില്ല. അരിയും ഇല്ല മണലും കൂടെ ചേർത്തിട്ടാൽ ചോറ് കഴിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് 3:16, 17, 18 കാതലായ സത്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. തന്നെ വായിച്ചു നോക്കണം. ദൈവം തന്നെ ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ വന്നത്. നമ്മളെ രക്ഷിക്കാനാണ് യേശു വന്നത്. യേശു നല്ലവനാണെന്ന് 1000 വട്ടം നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു. ന്യായവിധി എന്ന് ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഈ ന്യായവിധി എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഈസ് ഓൾറെഡി പ്രൊനൗൺസ്ഡ്. അതായത് ഭൂമിയിലേക്ക്, ഇരുട്ടിലിരിക്കുന്ന ഭൂമിയിലേക്ക് വെളിച്ചം വന്നു കഴിഞ്ഞു. അത് യേശുവാണ്. ആ വെളിച്ചത്തെ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഏകപാപം. നമ്മൾ പാപത്തിനെ പലത് വെച്ച് റേറ്റ് ചെയ്യും. അവന് പിന്നെ അഡൾട്ടറാണ്, അവന് കള്ളനാണ്, അവൻ കൊലപാതകയാണ്, പിന്നെ അവൻ ചെറിയ കാര്യം കട്ടെടുക്കുന്നത്. ഇങ്ങനെപ്പോൾ നമ്മൾ ഗ്രേഡ് ചെയ്ത് നമ്മൾ പറയും. അതൊന്നും അല്ല സ്വർഗത്തിലെ പാപം എന്ന് പറയുന്നത്. സ്വർഗം കൺസിഡർ ചെയ്യുന്ന പാപം ഒന്നേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിലെന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് പറയുന്നത് ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുകയാണ്, ഒരു പാപമേ ഉള്ളൂ. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം വേദപുസ്തകത്തിൽ എഴുതി തന്നിരിക്കുകയാണ്. ഒറ്റ പാപം 16 അധ്യായത്തിൻ്റെ 8, ഒരു പാപമേ ഉള്ളൂ. 16-ന്റെ 8 ഇങ്ങനെ, അവൻ വന്ന് പാപത്തെക്കുറിച്ച്, അത് മാത്രം വായിക്കുക. അവൻ വന്ന് പാപത്തെക്കുറിച്ച്. പാപം എന്താ?
അവർ മനുഷ്യർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ച്. ഒരു പാപമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് ഏക പാപം. ഇപ്പം 2 തരത്തിലുള്ള മനുഷ്യരേ ഉള്ളൂ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാത്തവർ. അതൊരു പാപമായിട്ട് തന്നെ കർത്താവ് കാണുന്നു. നമുക്ക് ദൈവത്തിൻ്റെ നിയമം മാറ്റാനൊക്കത്തില്ല. അപ്പം ഞാൻ പറയത്തില്ല, ഞാനൊരു വക്കീലാണ്. കോർട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്ന നിയമങ്ങളും അതുപോലെ ഓരോ കേസ് സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എനിക്ക് മാറ്റാൻ അവകാശമില്ല. അത് ഓൾറെഡി എഴുതപ്പെട്ടതും മാനിക്കപ്പെട്ടതുമാണ്. അതുപോലെ തന്നെയാണ് സ്വർഗരാജ്യത്തിലെ നിയമങ്ങൾ, എഴുതപ്പെട്ടത് നമുക്ക് മാറ്റാൻ അവകാശമില്ല. ഒരു പാപമേ ഉള്ളൂ, വെളിച്ചമായിട്ട് യേശു വെളിച്ചമാണെന്ന് ഞാൻ സുവിശേഷ 8:12 പറയുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചമായിട്ട് ദൈവം വന്നിട്ട്, തൻ്റെ പുത്രൻ വന്നിട്ട് അവനെ സ്വീകരിക്കാതിരിക്കുന്നത് പാപമാണ്. ന്യായവിധി എന്നാൽ വെളിച്ചം ലോകത്തിൽ വന്നിട്ട്, അതന്നെ വാക്യം. മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാണ് വെളിച്ചത്തേക്കാൾ ഇരുളിന്. അപ്പം വെളിച്ചം സ്വീകരിക്കാത്തതാണ് പാപം. തിന്മ പ്രവർത്തിക്കുന്ന എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നതില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നമ്മൾ ഈ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. വീണ്ടും ജനനം എന്ന് പറയുന്നത് ആത്മാവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജോലി പറയുക മാത്രമാണ്. ഞാൻ പറയുമ്പോഴേ ഒരു 10,000 പേര് കേൾക്കുന്നത് ചിലപ്പം 10 പേർക്കായിരിക്കും അത് തൊടുന്നത്. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. അത് കേൾപ്പിക്കേണ്ടവൻ അറിയപ്പോഴാണ്, പക്ഷെ പറയണം. ഇടയന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരൊറ്റ പ്രസംഗം ലോകത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ലോകരക്ഷകൻ വന്നത് നമ്മളെ തൻ്റെ അപ്പനാകുന്ന, അതായത് പിതാവാം ദൈവത്തിലേക്ക്, ആത്മാവ് മരിച്ചുപോയ നമ്മളെ പരിശുദ്ധാത്മാവിനെ തിരിച്ചു തന്ന്, ആരുടെ ആത്മാവ്? യേശുവിൻ്റെ ആത്മാവ്, പിതാവാം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ, അതിനെ തിരിച്ചു തന്ന് വീണ്ടും ഒന്നിച്ചാക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ആ കരുതൽ, ആഴമേറിയ സത്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറരുത്. നമ്മൾ വ്യക്തമായിട്ട് ആ വിഷയം എടുത്തു വെച്ച് മനസ്സുകൊണ്ട് ധ്യാനിക്കണം. നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചെറുതും വലുതിലും ദൈവസാന്നിധ്യം ഉണ്ടെന്ന് നമ്മളോട് തന്നെ ഉറപ്പിച്ച് പറയണം. എല്ലാവരോടും അല്ല, മക്കളോട് പോലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറുന്നില്ല. അത് പറയുന്നുണ്ടല്ലോ, ഐ വിൽ നെവർ ലീവ് യു നോർ forsake you. എന്നെ പരീക്ഷിച്ച് നോക്ക്. കർത്താവ് ക്രൂശ് മരണത്തിലും പറഞ്ഞത്, ദൈവമേ ഇവർ ചെയ്യുന്ന എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കുന്നു. എങ്ങനെ അറിയും? ആത്മാവില്ലാത്തൊരു വ്യക്തിയോട് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാകും. യേശു ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പം ആത്മാവില്ലാത്തവർക്ക് ദേഷ്യം വരുന്നതിൻ്റെ കാരണം 2 തലമായത്. അതിനുവേണ്ടി എത്ര പേര് ദിനംപ്രതി രക്തസാക്ഷിത്വം ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ആ രക്തം ചൊരിഞ്ഞിടത്തെല്ലാം പുതിയ റിവൈവൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കാലത്ത്, ഇപ്പം അന്ത്യകാലത്ത് തൻ്റെ സകല ജഡത്തിൻ്റെ മേലും അവൻ്റെ ആത്മാവിനെ പകരുന്നുള്ളത്. നമ്മൾ അമേരിക്കയിലൊക്കെ റിവൈവൽ, യൂണിവേഴ്സിറ്റീസ് റിവൈവൽ വരുന്നു. പല സ്റ്റേറ്റുകളിലും 10 കൽപ്പനയും ലോർഡ്സ് പ്രയറും തിരിച്ചു വരുന്നു. നമ്മുടെ ദേശത്തും ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ഒരു കൂടുതലായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനത്തിനുള്ള അവസരം ഉണ്ടാക്കാൻ പോവുകയാണ് ദൈവം. അത് ചെയ്യും. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. നമ്മൾ വിശ്വസ്തരായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ജനനം എന്നത് ആത്മാവിൻ്റെ പുതുജനനമാണ്. അത് ഫിസിക്കൽ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജഡീക ജനനത്തെക്കുറിച്ചല്ല നീ പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ സ്വയബുദ്ധിക്കൊക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇട്ട് കഴിയുമ്പം വ്യക്തമായിട്ടത് മനസ്സിലാക്കി തരികയും ചെയ്യും. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത ഞങ്ങളുടെ മേലെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, ഭർത്താക്കന്മാരുടെ മേൽ, മാതാപിതാക്കളുടെ, സഹോദരി ഇവരെല്ലാം ഈ നിത്യമായ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വ്യക്തമായിട്ട് നിക്കോദിമസിനോട് സംസാരിച്ചത് എന്ന് ഞങ്ങൾക്ക് പഠിക്കുവാൻ അവസരം തന്നതിന് നന്ദിയോടെ സ്തോത്രം. എത്ര വ്യക്തമായിട്ടാണ് യേശു ക്രിസ്തു നിക്കോദിമോസിനോട് നിയമങ്ങളും റെഗുലേഷൻസും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയോട് തന്നെ യേശു ക്രിസ്തു വീണ്ടും ജനനമെന്ന് പറയുക തന്നെയല്ല, ഈ നിക്കോദിമോസ് തന്നെയാണ് കൗൺസിലിൽ യേശുവിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന. പിന്നെ കാണുന്നു ഈ നിക്കോദിമോസ് തന്നെയാണ് ക്രിസ്തുവിനെ അടക്കാൻ നേരത്ത് അതിന് വേണ്ടതായിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. എന്തൊരു മനോഹരമായിട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓരോ വ്യക്തിയിലും കാറ്റെപ്പം അടിക്കുന്നു എന്നറിഞ്ഞുകൂടെ, പക്ഷെ കാറ്റ് എൻ്റെ അടുത്തുണ്ട്,
നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തുണ്ട്. കർത്താവേ, ഈ കാറ്റ് എപ്പോഴാണ് അവരെ ചെന്ന് തൊടുന്നതെന്ന് അവർ മനസ്സിലാക്കണം. ഈ റൂഹായാകുന്ന പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും ചെന്നുകൊണ്ടിട്ട് ആ ഇരുട്ടിനെ മാറ്റി വലിയൊരു പ്രകാശം ഉള്ളിലേക്ക് ഇട്ടുകൊടുത്ത് നിത്യനായ രക്ഷയുടെ ആത്മാവിനെ മനസ്സിലാക്കി യേശുവിലേക്ക് ഒന്ന് കൈനീട്ടി പുതു സൃഷ്ടിയാകാൻ ഇടയാക്കണം. പിന്നെ എല്ലാം ചെയ്യുന്നത് യേശുവാണല്ലോ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി. അത് ആത്മീക വെളിച്ചമാണ്. ആത്മീക വെളിച്ചം ഇട്ടുകൊടുത്ത് ഇരുട്ടിനെ മാറ്റി ജയിച്ചാൽ വെളിച്ചം ഇരുട്ടിനെക്കാട്ടിലും ശക്തമേറിയതാണ്. അങ്ങനെ തന്നെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.